അവിടെ സിനിമാ താരങ്ങളെ വെല്ലുവിളിച്ച് ഫിലിം ചേംബർ. ഒരു താരവും അവിഭാജ്യ ഘടകമല്ല എന്നും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമരത്തെ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ഫിലിം ചേംബർ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ഞങ്ങൾക്ക് കുറക്കണ്ട, അവരാരും തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് ചേംബറിനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മോണോപ്പൊളി അല്ല. 6 മാസം ഇവരുടെ മുഖം കാണാതിരുന്ന ജനങ്ങൾ മറക്കും, പുതിയ ആൾക്കാർ വന്നാലോ. അതുകൊണ്ട് ഞങ്ങളെ സിനിമ ആരും പഠിപ്പിക്കണം. ചേംബർ ഇവിടെ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും. ഞങ്ങൾ ഇനി സ്ട്രോങ് ആണ്. അത് മാത്രമല്ല, സിനിമ നിർത്തണമെന്ന് വെച്ചാൽ നിർത്തിയിരിക്കുമെന്നാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ പ്രതികരണം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, ആന്റണി പെരുമ്പാവൂരുമായി ചർച്ചയ്ക്കില്ല എന്ന് പറയുകയാണ് സുരേഷ് കുമാർ. ആ പ്രതികരണം കേൾക്കാം. വിരലിലുണ്ടാകുന്ന പേരല്ലേ ഉള്ളവര് താരങ്ങൾ, അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല, നിർത്തിയിരിക്കും. ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാളെടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല. തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തും. എനിക്ക് അങ്ങനെയൊന്നും പോണ ആളുമല്ല ഞാൻ. ജി സുരേഷ് കുമാർ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതേസമയം ഒരു ചെറിയ കാര്യമുണ്ട്, നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കുന്നില്ലെന്ന് തീരുമാനിച്ച പ്രശ്നം തന്നെയാണ്. പ്രേക്ഷകൻ പറഞ്ഞ ചോദ്യം നിങ്ങൾ എന്താ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പൊക്കോളാവുന്ന പ്രേക്ഷകൻ വിചാരിച്ചാൽ ഇവരെല്ലാവരും വേറെ ലാംഗ്വേജിലുള്ള സിനിമയൊക്കെ ആകെ മൊത്തം ടോട്ടൽ ബാധിക്കുക സിനിമയാണ് ബാധിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു. പക്ഷേ എന്നാൽ ഏറ്റവും അവസാനം താരങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സമരത്തിന് ഇല്ലെന്നും പ്രതിഫല കാര്യത്തിൽ ചർച്ചയാകാമെന്നുമാണ് താരസംഘടന അമ്മയുടെ നിലപാട്. ഇപ്പോൾ അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, യഥാർത്ഥത്തിൽ തൊമ്മനായുമ്പോൾ ചാണ്ടി മുറുകും അതായിരുന്നോ അതോ എല്ലാവർക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ളൊരു ധാരണയായിരുന്നു? എന്താണ് പാലാഴി? ആകെ മൊത്തം പ്രശ്നമാണ് സിനിമാ സംഘടനകളിൽ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനങ്ങളും ബൈറ്റും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ചേംബറിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചതല്ല. വലിയ തോതിൽ പൊട്ടിത്തെറിച്ചാണ് അതിൽ സംസാരിച്ച എല്ലാവരും പറഞ്ഞത്. 2 സിനിമകളെ ആധാരമാക്കിയാണ് ഇന്നത്തെ സജി നന്ദിയേട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും ഒപ്പം പ്രേമലവും ഈ 2 സിനിമകളും ഇറങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട താരങ്ങളല്ല അഭിനയിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് അന്ന് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളുകളായിരുന്നില്ല ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളൊന്നുമില്ലെങ്കിലും പുതിയ ആളുകളെ വെച്ച് ഞങ്ങൾക്ക് സിനിമ കൊണ്ടുപോകാൻ അറിയാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ആ ഒരു ഉദാഹരണത്തിലുണ്ടായിരുന്നത്. ഒപ്പം ചില പരാമർശങ്ങളൊക്കെ അല്പം കടന്നുപോയി എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലെ ആളുകളൊക്കെ ഈ ചേംബറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ആന്റണി പെരുമ്പാവൂരിന് രൂക്ഷമായ വിമർശനമാണ് ചേംബർ നൽകിയിരിക്കുന്നത്. ആരെയും എന്തും പറയാം എന്നുള്ളൊരു വെല്ലുവിളി അത് നല്ലതിനല്ല എന്ന് ആന്റണി പെരുമ്പാവൂരിനെ താക്കീത് ചെയ്യുകയാണ് ഫിലിം ചേംബർ. ഒപ്പം ജി സുരേഷ് കുമാറിനെതിരെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് അതിൽ വിശദീകരണം നൽകാൻ 7 ദിവസത്തെ സാവകാശമാണ് ആന്റണി പെരുമ്പാവൂരിന് നൽകിയിരിക്കുന്നത്. അത് ആന്റണി പെരുമ്പാവൂർ എങ്ങനെ കാണും, അതിൽ വിശദീകരണം നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം നിലവിൽ അമ്മ ഈ സിനിമാ സമരത്തെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഒപ്പം ഫെഫ്കയും തള്ളിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പിന്തുണയില്ലെങ്കിലും സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയേണ്ടത്. എന്തായാലും തർക്കമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.